ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ബദാം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ? അപ്പോൾ ബദാം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലും ബദാം പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നല്ല പനിയും ജലദോഷമൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് മൊത്തത്തിൽ സൈഡായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ബദാം പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ഒന്ന് വെക്കുമ്പോൾ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അഥവാ നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ല, തൊലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. എങ്കിൽ ഈസിയായിട്ട് നമുക്ക് തൊലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഹറിബറിയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ, ഒരു 10-20 മിനിറ്റൊക്കെ നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടും. അടുത്തത് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് ഇല്ലേ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 1.5 കപ്പോളം പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കാം. അപ്പം ഞാനിത് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം പാനിലേക്ക് തന്നെയാണ് കേട്ടോ കുതിരാൻ വേണ്ടിയും വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ പാത്രങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടിച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ബദാം ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ പാലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പാല് ചൂടാക്കിയിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മെഷറിംഗ് കപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ബദാം ഏതിലാണോ അളക്കുന്നത് അത് മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല. ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് പാലും അത് സെയിം കപ്പ് തന്നെ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മൾ ഏതിലാണ് പുഡിങ് റെഡിയാക്കുന്നത് ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മുടെ ബദാമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബദാം പുഡിങ് നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കുക കേട്ടോ. ഒന്നിക്കൽ നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞിട്ട് ആ ഒരു രീതിക്ക് ഉണ്ടാക്കുക, ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചർ എന്നെല്ലാം പറയുമല്ലോ, ആ ഒരു രീതിക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓവർ അരയാതെ ചെറിയ രീതിക്ക് നമുക്ക് ബദാം കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിച്ചെടുക്കണേ നോക്കിയിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് 3 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 1 കപ്പ് ബദാം അരക്കുന്ന സമയത്ത് ഒഴിച്ചല്ലോ, ഇനി ബാക്കിയുള്ള 2 കപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് മിക്സിയിൽ തന്നെ അതിൽ ബദാമിൻ്റെ എന്തെങ്കിലും ബാക്കി ആവേണ്ട അത് എഴുതിയിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇതാ 1 കപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു ബദാമിൻ്റെ മിക്സും പാലൊക്കെ ഒന്ന് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 3/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നോക്കുക കേട്ടോ, മധുരം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ബാക്കി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നിക്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, പുഡിങ്ങിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അല്ലെങ്കിൽ പകുതി പഞ്ചസാര പകുതി കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ഒരല്പം കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ് മധുരം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുഡിങ്ങിൻ്റെ മിക്സൊക്കെ ഏതാണ്ട് റെഡി ആയതിനു ശേഷം ഞാൻ ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ബദാം ചേർത്തതല്ലേ, അപ്പോൾ അടിയിൽ പോയി നിന്നിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് സെറ്റായി കിട്ടുന്നവർ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് പാല് തിളച്ച് വരട്ടെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇപ്പുറത്തെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ സ്റ്റൗവിലായിട്ട്.
അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ കണ്ടില്ലേ, ഞാൻ ചൈന ഗ്രാസ് ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേറെ എവിടെയും പോയി നിൽക്കരുത് കേട്ടോ. ഒരേ ടൈമിൽ രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, എങ്കിലേ നമുക്ക് ചൈന ഗ്രാസ് ഒരിക്കലും പാലിൽ ഒഴിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പുഡിങ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടില്ല, പെട്ടെന്ന് പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം. അറിയാമല്ലോ, പിരിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഇതുപോലെ പാലും ഇതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, അതും കൂടി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ട് തന്നെ തിളച്ച് പൊങ്ങിയെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ കണ്ടില്ലേ, നമ്മുടെ ചൈന ഗ്രാസ് മൊത്തത്തിലങ്ങ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പാലും കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി മുകളിലോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഫ്ലെയിം അവിടെ നല്ലപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസിൽ അത് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എങ്കിലും ചെറിയ കട്ടയും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ പ്രത്യേകം ഒഴിക്കാൻ നോക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണേ, ഇളക്കാതെ നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചൈന എപ്പോഴും ശ്രദ്ധിക്കുക. എൻ്റെതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പാലൊന്നും പിരിഞ്ഞു പോകുന്ന ഒന്നുമില്ലല്ലോ. മിക്ക പേരും പുഡിങ്ങിൽ കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യമാണ്, പാല് പിരിഞ്ഞു പോകും ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ചൈന ഗ്രാസിൻ്റെതും ഈ ഒരു പാലിൻ്റെ മിക്സിൻ്റെയും ടെമ്പറേച്ചർ ഒരേ ചൂടായിരിക്കണം കേട്ടോ, എങ്കിലും ഒരിക്കലും പിരിഞ്ഞു പോകില്ല. അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമായിരിക്കും കേട്ടോ. എൻ്റെതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലപോലെ സെറ്റ് ആയിട്ടില്ല, ഒന്നും പിരിഞ്ഞു പോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ലൈവായിട്ട് ചെയ്യുന്നത്, അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്തൊന്നും ചെയ്തിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് തിളച്ച് വരട്ടെ കേട്ടോ. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പുഡിങ്ങിന് ട്രേ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ല, ഇതുപോലെ ട്രേയോ സ്റ്റീൽ പ്ലേറ്റോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിക്കുക കേട്ടോ, അല്ലാതെ പാനിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാനിൽ തന്നെ സെറ്റായിട്ട് നിന്ന് പോകും. കാരണം ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ അറിയാലോ, പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഒന്ന് ഈ ഒരു ട്രേയിൽ ഇതുപോലെ ലെവൽ ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു റൗണ്ട് ബൗളിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള പുഡിങ്ങിൻ്റെ ട്രേ പോലെ തന്നെയാണ്, സെറാമിക്കിൻ്റെ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒഴിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് അപ്പോൾ ഒരു നല്ല ഭംഗി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ ട്രേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് തന്നെ സെറ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു അളവിൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ നമുക്ക് ചൈന ഗ്രാസ് 10 ഗ്രാം 8 മുതൽ 10 ഗ്രാം ചൈന ഗ്രാസ് വരെ ഒരു പാക്കറ്റ് പാലിലല്ലേ നമ്മൾ പുഡിങ് ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു ബദാം പുഡിങ്ങിൽ 3 കപ്പ് പാലിന് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ ഉറച്ച് സെറ്റ് ആയിക്കോളൂ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ പിസ്ത സ്ലൈസോ അല്ലെങ്കിൽ ബദാം ക്രഷ് ചെയ്തതോ എന്താണോ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്താൽ വേണമെന്നുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. മുകൾ ഭാഗം ഒന്നങ്ങ് സെറ്റായി വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് പിസ്ത സ്ലൈസസ് എടുത്തിട്ട് ഇതുപോലെ സൈഡ് 4 ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബൗളിലൊന്നും ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ചൂടാറി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചൂടാറാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് ഒരു 3-5 മണിക്കൂറൊക്കെ നല്ലപോലെ തണുപ്പിച്ചിട്ട് മാത്രം കഴിക്കുക, എങ്കിലേ സൂപ്പർ ടേസ്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഷേപ്പിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ, വേറെ പ്ലേറ്റിലൊക്കെ കമഴ്ത്തിയിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുകളിലൊന്ന് നമ്മുടെ പിസ്ത സ്ലൈസസ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ട്രെയിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നമുക്ക് പാർട്ടികളിലൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലും പുഡിംഗ് റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്